നമസ്കാരം. നമ്മൾ കൊറിയാത്തി വന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വന്ന് കാഫ് മലയുടെ ഒരു ദൃശ്യമാണ്. വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലം തന്നെയാണ്. ഖുറാനകത്ത് ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, അതിൻ്റെ മുകളിലൊരു വലിയ കോട്ടയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെ ഒരു ചരിത്ര സംഭവം തന്നെയായിട്ടുള്ളൊരു കൊട്ടാരം, പഴയ കാലത്തെ അതൊക്കെ റിനുവേറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പഴയ ഗ്രാമങ്ങൾ തൊട്ടിപ്പുറത്തായിട്ടുണ്ട്. ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. അവരുടെ പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. അപ്പം നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അൽ ഖുറിയാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കാഫ് മല ഉള്ളത്. ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഇതിനുള്ളിൽ നമുക്കിന്ന് പ്രവേശനം ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പം നമ്മൾ കാഫ് മലയോട് അനുബന്ധിച്ച്, അതായത് വലിയൊരു യുദ്ധം, ഗൾഫിലെ വലിയൊരു യുദ്ധം ആ കാലത്ത് നടന്ന ഒരു സ്ഥലവും അവിടുത്തെ ഗ്രാമീണ പഴയ ബിൽഡിങ്ങുകളുടെയൊക്കെ അവശിഷ്ടങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ കാഫ് മലയുടെ തൊട്ട് സമീപം. ഇതാണ് നമ്മൾ പറഞ്ഞ മല. അതിന് തൊട്ട് താഴെയായിട്ടുള്ള ചരിത്രങ്ങളെ വിളിച്ചോതുന്നതായിട്ടുള്ളൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് സൗദി അറേബ്യയിലെ ഖുറയാത്ത് എന്ന് പറയുന്ന അൽ ഖുറിയാത്ത് എന്നുള്ള പ്രവേശികയിലാണ് നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നത്. അവരുടെ പഴയ ഒരു വില്ലേജിൻ്റെ അവശിഷ്ടങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഖുറിയാത്ത് വരുന്നവരൊക്കെ ഈ ഒരു പ്രത്യേക സ്ഥലം തീർച്ചയായിട്ടും സന്ദർശിക്കുക. ഇപ്പോഴത്തെ വലിയൊരു യുദ്ധം നടന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് തൊട്ടപ്പുറം ജോർദാനാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സൗദി ബോർഡറാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ. ഇവിടെ നിന്ന് 30-35 കിലോമീറ്ററേ ഉള്ളൂ ജോർദാന്. അപ്പോൾ അൽ ഖുറിയാത്ത് എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള ഈ കുറച്ച് കാഴ്ചകളെ, മനോഹരമായിട്ടുള്ള പഴയ അവരുടെ ഈ ഒരു ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ നടന്ന് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ബിൽഡിങ്ങുകളൊക്കെ എപ്പം താഴെ പോകുന്ന രീതിയിൽ അങ്ങനെ ഉണ്ട് ഇവിടെ. ഒരുപക്ഷെ ഇനി ഇതൊക്കെ ഒന്ന് റിനുവേറ്റ് ഒക്കെ ചെയ്ത് ഇതിനെ ഒന്ന് സെറ്റപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗ്രാമം. ഓക്കെ, അവരുടെ ചെറിയ വീടുകൾ, അതിനകത്തുള്ള മുറികളും കാര്യങ്ങളും മണ്ണ് വെച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈന്തപ്പന, ഇഷ്ടംപോലെ ഈന്തപ്പനകളൊക്കെ ഈ ഗ്രാമത്തിൽ ഉണ്ട്. അതാണ്ട് ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ അവരുടെ കൃഷിയിടങ്ങളായിരിക്കാം. അവിടെ ഈന്തപ്പനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഈ കാഴ്ചകളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സൗദി അറേബ്യയുടെ ഓരോ പ്രദേശങ്ങൾ ഞങ്ങളങ്ങനെ പോയി ഓരോരോ നമ്മുടെ ഹോളിഡേയ്സിലെ, ഇപ്പോൾ നമ്മൾ ഹജ്ജിൻ്റെ അവധിക്കാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. ഈ സൈഡ് ഫുള്ള് ഇവരുടെ കൃഷിയിടങ്ങളായിരുന്നു. ഇതുകൊണ്ടോ, പനയാണ് ഫുള്ള്, ഈന്തപ്പന കായ്ച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള വീടുകൾ കണ്ടോ, ഇതങ്ങനെ അങ്ങ് കിടക്കുകയാണ്. ഇഷ്ടംപോലെ ഏറിയയാണ് ഈ ഒരു ഗ്രാമം. അവരുടെ പഴയ കാലത്തെ വീടുകൾ ഇത് കണ്ടോ, അതിലൊക്കെയുള്ള മണ്ണും കൊണ്ടുണ്ടാക്കിയ വീടുകളാണ്. ഇതിൻ്റെ ഉള്ളിലെ മുറികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. എന്നാൽ ഇതൊക്കെ ഏകദേശമൊക്കെ നശിച്ച ഒരവസ്ഥയിൽ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ മേൽക്കൂരയൊക്കെ ഈ പനയുടെ ഓല കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ഇടിഞ്ഞു വീഴാൻ പരുവത്തിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ സൗദി അറേബ്യയുടെ കുറച്ച് മനോഹര കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ചരിത്രങ്ങളെ ഉണർത്തുന്ന കുറച്ച് കാഴ്ചകൾ സൗദി അറേബ്യയിൽ നിന്നാണ്. കണ്ടോ, വലിയ പനയൊക്കെയാണ് ഈ ഇതിൻ്റെയൊക്കെ നിർമ്മിതിക്ക് വേണ്ടി പനയുടെ ഓലയും മടലും ഒക്കെ ചള്ള വെച്ച് കുഴച്ച് ഈ ഭിത്തി ഉണ്ടാക്കുന്നത് അങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്ത്. ഇതിങ്ങനെ ഇഷ്ടംപോലാണ്. ഒരു ഗ്രാമം, വലിയൊരു ഗ്രാമമാണ് ഈ ഒരു മലയുടെ തൊട്ടത്. ആ മലയുടെ മേളിൽ വലിയൊരു കോട്ടയൊക്കെ ഉണ്ട്. അപ്പം ആ സമയത്തെ ആ യുദ്ധമൊക്കെ നടന്ന ഒരു പ്രദേശമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കണ്ടോ, ഈ മുറിയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. പ്രത്യേകിച്ച് അൽ ഖുറിയാത്ത് എന്ന് പറഞ്ഞാൽ ചൂട് വരുമ്പോൾ നല്ല ചൂടും, തണുപ്പ് വരുമ്പം ഏകദേശം 5 ഡിഗ്രി ഒക്കെ തണുപ്പാകുന്നൊരു സ്ഥലം കൂടി. ഇതുണ്ടോ, നല്ല കൂളിംഗ് ആണ്. അപ്പോൾ പണ്ട് കാലത്ത് ഇത് കണ്ടോ, മേളിലെ തടിയും ഓലയും
ഒക്കെ വെച്ചാണ് ഈ നിർമ്മിതികൾ ഇവർ നിർമ്മിച്ചിരിക്കുന്നത്, ഈ ഒരു ഗ്രാമം. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കൃഷികളൊക്കെ തൊട്ട് പുറകിൽ ഏറ്റവും കൂടുതൽ ഈന്തപ്പന തന്നെയാണ്. ആ പഴയ ഈന്തപ്പന അത്ര വലുപ്പമുള്ള ഈന്തപ്പനകളാണ് ഇതിൻ്റെ പുറകുവശത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പുതിയ രീതിയിലൊരു മ്യൂസിയം ഒക്കെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുണ്ട്. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ നമുക്കത് കാണാൻ സാധിക്കുമോ എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി ഒന്ന് നോക്കാം. ചുറ്റോട് ചുറ്റും വലിയ മലകളാണ്, അതിൻ്റെ നടുക്കുള്ളൊരു ഗ്രാമം. പ്രത്യേകിച്ച് ഈ മലകളുടെയൊക്കെ ഇടയ്ക്കാണ് പണ്ട് കാലത്തെ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർ പാർത്തിരുന്നത്. കാരണം മറ്റ് അയൽ രാജ്യങ്ങൾ വന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മലകളുടെയൊക്കെ നടുക്ക് പണ്ട് കാലത്ത് അവരെ താമസിച്ചിരുന്നത്. അങ്ങനെയാണ് ഏറ്റവും വലിയൊരു യുദ്ധം ഇവിടെ നടന്നതിൻ്റെ ചരിത്രങ്ങൾ നമുക്കറിയാം. ആ ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് പുതിയതായിട്ട് ഒരു മ്യൂസിയം ഒക്കെ ഇവർ പണി കഴിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ചൂടാണ് ഇവിടെ, നല്ല ചൂടാണ്. ഇപ്പം ചൂട് തുടങ്ങുന്ന സമയമാണ്. ഇപ്പം നമ്മൾ ഈ ജൂൺ 8-ാം തീയതി നമ്മൾ ഇവിടെ ആയിരിക്കുമ്പം നല്ല ചൂടാണ്. പിന്നെ ഇപ്പം ചൂടാണ് സീസണ് ഇവിടെ സൗദി അറേബ്യയിൽ. ഇതേപോലെ സൗദി അറേബ്യയുടെ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഇപ്പം നമുക്കിനി ബാക്കി കാഴ്ചകളും കാണാം.